ഹലോ, തൽക്കാലത്തേക്ക് ഒന്ന് കാണിച്ച് എന്തേലും ഒരു മരുന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കാമെന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ രാവിലെ ഇവിടെ നിന്ന് പോയത്. അപ്പം എന്താണെന്ന് നിങ്ങൾക്ക് ഒട്ടും മനസ്സിലായിട്ടുണ്ടാവില്ല. കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. രാവിലെ റംസാൻ എണീറ്റു, സ്കൂളിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി, യൂണിഫോം ഇട്ടുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പല്ല് വേദന അങ്ങോട്ട് തുടങ്ങി. ഇതിന് മുന്നേ ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. ഞാൻ 2 പ്രാവശ്യം പോയപ്പോഴും എനിക്ക് ഡോക്ടറെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ അതിനുശേഷം വലിയ ബുദ്ധിമുട്ടൊന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ അങ്ങനെ വിട്ടു എന്നാണ് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങ് വിളിയും നിലവിളിയും കരച്ചിലൊക്കെ. അപ്പം പിന്നെ ഞാൻ നേരെ ഇക്കായെ ഫോൺ വിളിച്ച് നമുക്ക് അവനെ ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്ക പറഞ്ഞ് വൈകുന്നേരം കൊണ്ടുപോകാമെന്ന്. പക്ഷേ എനിക്കതറിയാം, ഇക്ക എന്തായാലും വൈകുന്നേരം വന്നാൽ നമുക്ക് 2 പ്രാവശ്യത്തെ പോലെ തന്നെ ഡോക്ടറെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞ് ബുധനാഴ്ച ഒരു ആശുപത്രിയിൽ പല്ലിളക്കാൻ പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്, നീ തൽക്കാലം വാ, അവനെ കൊണ്ടുവന്ന് കാണിച്ചേക്കാന്ന്. ഞാനും ഒരു ഇതിലാണ് പോയത്. ഈ സംഭവം കോട്ടൂരാണ്. പല്ലവിടെ എന്തോ ചെറിയ പൈസയ്ക്ക് ഇളക്കി കൊടുക്കും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ കരുതി എന്തെങ്കിലും ഒരു മരുന്ന് മേടിക്കാം എന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പം എൻ്റെ പൊന്നെ ഭയങ്കര ആൾ എവിടെ നിന്നെല്ലാം കേട്ടറിഞ്ഞ് വരുന്നുണ്ടെന്ന് വെച്ചാൽ പല്ലിളക്കാനായി എന്തിനായാലും അവിടെ ഒരുപാട് പൈസ കുറവാണ്. നമ്മൾ മറ്റുള്ളവരുടെ പ്രൈവറ്റ് പോലെയല്ല, പക്ഷെ അവർ നല്ല രീതിയിൽ നോക്കുന്നുമുണ്ട്. അപ്പം നമ്മളെന്തായാലും ഉമ്മയെ കാണിച്ചു, റംസാനെ കാണിച്ചു. അപ്പോൾ റംസാന് അവർ ഇതുമായിട്ടൊന്നും റംസാൻ ഒന്നും സഹകരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ വട്ടപ്പാറ എസ്റ്റേറ്റിൽ നാളെ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം 2 പല്ല് പോടൊക്കെയുണ്ട്. അപ്പം എന്തെങ്കിലും അവർക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും റൂട്ട് കനാലേ അല്ലെങ്കിൽ ഒന്ന് പോടടയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ അവരായിട്ട് സഹകരിക്കണം. ഒന്നിന് എക്സ്ട്രാ എടുക്കാൻ പോലും ഇരിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആയി അവർ നാളത്തേക്ക് എഴുതി തന്നിട്ടുണ്ട്. ഉമ്മക്ക് പോടടയ്ക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ആളുകൾ അറിഞ്ഞ് കേട്ട് വരുന്നുണ്ട്. ഇത് കോട്ടൂർ ജംഗ്ഷനിൽ നിന്ന് ഒരല്പം കൂടെ മുകളിലോട്ട് പോകണം. പിന്നെ BPL കാർഡുള്ളവർക്ക് എന്തോ പൈസ 60 രൂപ എന്തൊക്കെയേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ആവശ്യം വരാത്തതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. അവിടെ ആൾക്കാർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ. അപ്പം അവനെ കാണിച്ചു. തിരിച്ച് വന്ന് നമ്മൾ ഒരു ബേക്കറി കയറി ഷാർജയും പപ്സൊക്കെ കഴിച്ച് വീട്ടിൽ വന്നു. പിന്നെ വന്ന് കയറിയപ്പോൾ അതേ ക്ഷീണിച്ചാണ് വന്നത്. പക്ഷേ ഞാൻ കരുതി എന്തായാലും മീൻ കറിയും ഫ്രൈയും മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറിയും കൂടെ ഇല്ലാതെ എങ്ങനെയാണ് ചോറ് കഴിക്കുകയെന്ന്. അങ്ങനെ നേരെ അടുക്കളയിലോട്ട് പോയി 2 ഉരുളക്കിഴങ്ങ് എടുത്ത് അരിഞ്ഞു. പൊട്ടറ്റോ ഫ്രൈ അല്ലല്ലോ, പൊട്ടറ്റോ മെഴുക്ക് വരട്ടിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ ഇതും കൂടെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിച്ചു. എൻ്റെ ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ. അവിടെ നല്ല രീതിയിൽ അവർ നോക്കുന്നുണ്ട്. പൈസയും വളരെ തുച്ഛമായ പൈസയും വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ കരുതിയിട്ടാണ് ഞാൻ ഇതിൽ കൂടെ പറഞ്ഞത്. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.